ലോകത്ത് വിവിധ ഇടങ്ങളിൽ ഒരു സൈനിക താവളം ഇല്ലെങ്കിൽ സൈനിക നീക്കം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശം ഇല്ലെങ്കിൽ ഒരു താവളം ഇന്ത്യക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്പം അത്ഭുതകരമായിരിക്കാം. പക്ഷെ ആ വാർത്ത സത്യമായി തീരുന്നു. കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതും റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ദുമയുടെ പരിഗണനയിൽ ഇരിക്കുന്നതുമായ ഒരു കരാർ, റിലോസ് കരാർ എന്നാണ് ഇതിന്റെ പേര്. റിലോസ് കരാർ ഒരു സൈനിക സഹകരണ ഉടമ്പടിയാണ്. ഈ സൈനിക സഹകരണ ഉടമ്പടി സാധാരണ നിലയിലുള്ള ഒരു സൈനിക സഹകരണ ഉടമ്പടിയല്ല, റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് ഉടമ്പടി ആണ് റിലോസ് എന്ന് പറയുന്നത്. അതായത് ലോജിസ്റ്റിക് സംവിധാനം എളുപ്പമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് അനന്ത സാധ്യതകളാണ് ഇത് തുറന്ന് ഇടുന്നത്. അതായത് സംയുക്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. റഷ്യയും ഇന്ത്യയും ചേർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകാനുള്ള ഒരു തീരുമാനം. സംയുക്ത സൈനിക പ്രവർത്തനം, ഈ സംയുക്ത സൈനിക പ്രവർത്തനത്തിൽ ഏതെല്ലാം വിഭാഗങ്ങൾ ഉൾപ്പെടും എന്നറിയില്ല. ഏതായാലും ഭീകരവിരുദ്ധ പ്രവർത്തനമുണ്ട്. അതായത് ഭീകരവിരുദ്ധ പ്രവർത്തനം ഇന്ത്യയിലോ റഷ്യയിലോ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംയുക്ത സൈനിക പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കരാറിന്റെ ഒരു ഭാഗം. മറ്റൊന്ന്, ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യക്ക് കടന്നു കയറാൻ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഒരു തുറന്ന സമീപനമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർട്ടിക് മേഖലയിലേക്ക് കൂടുതൽ പര്യവേഷണം നടത്തുവാനായിട്ട് ഇന്ത്യ ഏറെക്കാലമായി ശ്രമിച്ചു വരുന്നതാണ്. ചൈനയും ഇതേ നീക്കം തന്നെ നടത്തി വരുന്നതാണ്. കാരണം ഐസ് ബ്രേക്കർ സംവിധാനങ്ങളിലൊക്കെ ഒരുപടി കൂടി മുന്നിലാണ് ചൈന. അതുകൊണ്ട് തന്നെ ഈ മേഖല കഠിനമായ തണുപ്പിലും മറ്റുമൊക്കെ കടന്നു കയറി പര്യവേഷണം നടത്തും. കാരണം ഒരുപാട് ധാതു സമ്പത്ത് ഉള്ള ഒരു മേഖലയാണ് ഈ ആർട്ടിക് മേഖല. ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. നിലവിൽ അത് റഷ്യയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടേക്ക് യഥേഷ്ടം കടന്നു കയറാൻ ഇപ്പോൾ ഇന്ത്യക്കാണ് ഈ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ കരാർ പ്രകാരം നിലവിൽ റഷ്യയിലെ സൈബീരിയയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള യമാൽ പെനിൻസുലയിൽ നിന്നും ഇന്ത്യ നിലവിൽ LNG വാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ട്, കപ്പൽ വഴിയാണ്. ഇങ്ങനെ ഈ ആർട്ടിക് മേഖല ഇവിടെ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇത് സുഗമമായി മുൻപോട്ട് പോകും. ഇതിന് റഷ്യ ലോജിസ്റ്റിക് സഹായം നൽകും എന്നുകൂടി ഈ കരാറിൽ പറയുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ പടക്കപ്പലുകളായ തൻവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾക്കും INS വിക്രമാദിത്യ കപ്പലുകൾക്കും ഈ ആർട്ടിക് മേഖലയിലേക്ക് തണുത്തുറഞ്ഞ മേഖലയിൽ എത്തുവാനും പരിശീലനം നടത്തുവാനുള്ള അനുമതി റഷ്യ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റഷ്യക്ക് ലോകത്തെമ്പാടുമുള്ള നാവിക താവളങ്ങളിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഉപയോഗിക്കാൻ ഒരു അനുമതി കൂടി ഈ പറയുന്ന കരാറിലുണ്ട്. അതായത് അനവധി ധാതു സമ്പത്തുള്ള സമ്പുഷ്ടമായ ഈ ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യയുടെ കടന്നുകയറ്റത്തിന് റഷ്യ എല്ലാ സഹായവും നൽകും. ഒപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് റഷ്യയുടെ നാവിക താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടൊക്കെ യഥേഷ്ടം വന്നു പോകാനുള്ള സൗകര്യം, ഇതൊക്കെയാണ് ഈ കരാറിലുള്ളത്. ഏതായാലും വ്ളാഡിമിർ പുടിൻ ഈ മാസം 4-5 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ത്യ നടത്തുന്ന വലിയൊരു ചുവടുവെപ്പ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യക്ക് അപ്പുറത്ത് താജിക്കിസ്ഥാനിൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു വ്യോമത്താവളം ഉള്ളത്. പക്ഷെ ഇത് അതുക്കും മേലെ കൂടുതൽ ഇടങ്ങളിലേക്ക് നാവിക താവളത്തിന്റെ രൂപത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സൈനിക സഹകരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സംയുക്ത സൈനിക സഹകരണത്തിലേക്ക് അത് മാറിക്കൂടായികയുമില്ല.